Hi guys, Assalamu alaikum. Welcome back to Z Family. വെറും 3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് മുട്ട സിർക്ക. ഞങ്ങൾ തലശ്ശേരി മാഹി കണ്ണൂർക്കാർക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ ടേസ്റ്റുള്ള ഒരു ഫുഡാണിത്. അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാനിവിടെ അമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് യൂസ് ചെയ്തത്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് അമീസ് പൗഡർ ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞങ്ങൾ ഒഴിച്ചു കൊടുക്കണം. അത് ഏകദേശം ഞാൻ കാണിച്ചു തരാം. ഒരുപാട് നമ്മൾ ദോശയുടെ ആ ഒരു ബാറ്റർ പോലെയൊന്നും ആവേണ്ടതില്ല. നമ്മൾ ഈ അരി റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ ആ ഒരു പാകത്തിലാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി അതിലേക്ക് നമുക്ക് 4 മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം മുട്ട സിർക്ക എന്ന് പറയുമ്പോൾ മുട്ടയില്ലാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ ഓരോന്ന് കൂടി നമുക്ക് 4 മുട്ട ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായി ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. അതിലേക്ക് 2 ഏലക്ക കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പൊടിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇടയ്ക്ക് എൻ്റെ മോളുടെ പൊന്നൂൻ്റെ കൈയും വരുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മുട്ട സിർക്കേൻ്റെ ബാറ്റർ കിട്ടേണ്ടത്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഏകദേശം നമ്മുടെ ഈ ഒഴിച്ചു കൊടുക്കുന്ന ബാറ്റർ മുങ്ങാൻ വേണ്ടിയുള്ള അത്ര ഓയിൽ നമുക്ക് ആവശ്യമുണ്ട്. അതിലേക്ക് ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം അത് മുഴുവനായിട്ട് മുങ്ങാനുള്ള എണ്ണ ആവശ്യമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതുമായ ഒരു വിഭവമാണിത്. നമുക്ക് ജസ്റ്റ് ഒരു സൈഡായാൽ നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മുട്ട സിർക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഓരോന്നും ഈ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പൊരിച്ചെടുത്ത മുട്ട സിർക്ക നമുക്കൊരു ടിഷ്യൂലേക്ക് മാറ്റാം. കാരണം കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ്. നമ്മുടെ അടിപൊളി മുട്ട സിർക്ക റെഡിയായി. ഇത് നമുക്ക് കറിയില്ലാണ്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇവൻ നല്ല സോഫ്റ്റുമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ